ഞാൻ അന്നേ പറഞ്ഞില്ലേ, അടുത്ത മഹാമാരി, പകർച്ചവ്യാധി, പാൻഡമിക് ഉടൻ വരുമെന്ന്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരുമെന്നും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്ലാനിൽ അത് നേരത്തെ വരികയാണോ എന്നെനിക്ക് സംശയമുണ്ട്. എംപോക്സ്, മങ്കി പോക്സ് എന്നാണ് പേരിട്ടിരുന്നത്. പക്ഷേ അത് ആ മൃഗത്തെ അവഹേളിക്കുന്നതാകുമെന്നുള്ള ഒരു വലിയ സാംസ്കാരികമായ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ ജീവികളുടെ പേര് രോഗങ്ങൾക്കിടണ്ട എന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചത്. മുമ്പ് ന്യൂഡൽഹി ഡിസീസ്, ജപ്പാൻ പനി, ജർമ്മൻ മീസിൽസ്, ഇങ്ങനെയൊക്കെ പല പേരുകൾ രാജ്യത്തിൻ്റെ കൊടുത്തിരുന്നു. അത് രാജ്യങ്ങളുടെ എതിർപ്പ് കാരണം അതും മാറ്റി. വളരെ ആകർഷകമായൊരു പേര് രോഗത്തിനുണ്ടാക്കണമല്ലോ. പിന്നെ റിബണൊക്കെ പല നിരത്തിൽ വളച്ചു തിരിച്ച് ആ ലോഗോയെല്ലാം കൊടുത്ത് രോഗത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യണം. അതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ പിന്നെ ചില കാര്യങ്ങളുണ്ട്. ഡിസീസ് ഡിസൈനേഴ്സ്, ഡ്രഗ് പേഴ്സണാലിറ്റി, ഇതൊക്കെ നിങ്ങൾ നെറ്റിൽ കയറി നോക്കിയാൽ, ഒന്ന് പഠിച്ചാൽ ഞാൻ ഈ പറയുന്നതിൻ്റെ പിന്നാമ്പുറ കഥകളിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. രോഗത്തെയും ആകർഷകമാക്കണം, രോഗത്തിന് നല്ല പേരുകളുണ്ടാവണം. എയ്ഡ്സ്, സാർസ്, അങ്ങനെയൊക്കെ തമ്മിൽ ചേരുന്ന, ഇണങ്ങുന്ന, പറയാൻ ഇമ്പമുള്ള പേരുകൾ ഉണ്ടാക്കണം. രോഗങ്ങളിലൂടെ ലോകത്തിൻ്റെ നിയന്ത്രണം, ലോകഭരണം അത് ഏറ്റെടുത്തിരിക്കുകയാണ് ചില ശക്തികൾ. ലോകാരോഗ്യ സംഘടന എംപോക്സിൻ്റെ പേരിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്ത് ജയിലിൽ പോയ ഇന്ത്യയിലെ വീരന്മാരുണ്ട്. ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ അവരാരും മിണ്ടത്തില്ല. കമാ എന്നൊരക്ഷരം പറയാതെ, എതിർക്കാൻ കഴിയാതെ എല്ലാവരും നിസ്സഹായതയുടെ അനുസരണയിലേക്ക് വരണം, ഇല്ലെങ്കിൽ വരുത്തും. ഏകലോക ഭരണക്രമം കേരള സർക്കാർ പാസാക്കിയ പബ്ലിക് ഹെൽത്ത് ബില്ല് തുടങ്ങുന്നത് ഏകാരോഗ്യം ഉറപ്പുവരുത്താനായിട്ടാണ്. ഏകാരോഗ്യം എന്താണ്? ഈ ഏകാരോഗ്യം ഒന്ന് ഇത് എഴുതിയ വീരന്മാർക്ക് വല്ല നിശ്ചയമുണ്ടോ എന്ന് എനിക്കൊരു നിശ്ചയമില്ല. ലോകാരോഗ്യ സംഘടന അങ്ങനെ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് ഇവിടെ എഴുതി വച്ചു. ലോകാരോഗ്യ സംഘടന പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ഒരു ശീലം. അങ്ങനെയാണല്ലോ വേണ്ടത്. ആരോഗ്യമല്ലേ, ജനങ്ങളുടെ ആരോഗ്യം രക്ഷിക്കണ്ടേ? ഒരു രാജ്യത്തിൻ്റെയും ഭരണഘടന ഈ ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് മുന്നിൽ നിലവിലുണ്ടാവില്ല. ആർക്കും മനുഷ്യാവകാശങ്ങൾ ഉണ്ടാവില്ല, പൗരാവകാശങ്ങൾ ഉണ്ടാവില്ല. ഭരണാധികാരികൾ ലോകാരോഗ്യ സംഘടന പറയുന്നതനുസരിച്ച് തുള്ളുന്ന കളിപ്പാവകൾ മാത്രമാകും. രാജ്യഭരണം ലോകാരോഗ്യ സംഘടന ഏറ്റെടുക്കും. കുറേ നുണയിൽ നമ്മളത് കണ്ടതാണ്. കുറേ നുണ വന്നപ്പോൾ രാജ്യം മൊത്തം അടച്ചിടാൻ പറഞ്ഞു. മാസങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങളെ മുഴുവൻ ബന്ദികളാക്കി വീടിനുള്ളിലിരുത്തി. ഏതായാലും അടുത്ത പാൻഡമിക് വരികയാണ്, എംപോക്സ്. അപ്പോൾ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ ആരോഗ്യ അടിയന്തരാവസ്ഥ വരുമ്പോൾ സർക്കാർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്,
പൊതുഖജനാവിലെ പണം നന്നായിട്ട് തന്നെ ഊറ്റിയെടുത്ത് ലോകാരോഗ്യ സംഘടന പറയുന്നത് പോലുള്ള കാര്യങ്ങൾക്ക് ചെയ്യുക. ഇതേവരെ നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അന്നേരം എല്ലാവരെയും പേടിപ്പിക്കും. കപ്പ, ഇപ്പ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിച്ച് ചൂട് തോന്നിയാൽ മതി എല്ലാവരെയും ആട്ടിത്തെളിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കും. കണ്ണീ കണ്ട മരുന്നെല്ലാം ഒരു ന്യായീകരണമില്ലാതെ അടിച്ച് മനുഷ്യ ശരീരത്തിൽ കയറ്റും. കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് വന്ന റിപ്പോർട്ട് നെഗറ്റീവായിരുന്നു, വന്നതെല്ലാം നെഗറ്റീവായിരുന്നു, ഇത് വെറും സംശയം മാത്രമായിരുന്നു. സത്യത്തിൽ പനിക്ക് മരുന്ന് കൊടുത്ത് കൊല നടത്തുകയാണ് ആശുപത്രികൾ. ഈ മരണങ്ങളെ നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധികളായിട്ടും അണുക്കൊലപാതകങ്ങളായിട്ടും വൈറൽ കൊലപാതകങ്ങളുമായിട്ട് ചിത്രീകരിക്കുകയാണ്. വൈറൽ രോഗത്തിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന നാടകം വരെ, അശാസ്ത്രീയത വരെ വ്യാപകമായി നടക്കുന്നൊരു നാടാണ് നമ്മുടെ നാട്. ഇതിലൊക്കെ എത്രയോ ഭീകരമാണ് മരണങ്ങളുടെയും അവയവനാശങ്ങളുടെയും തകർച്ചയുടെയും കൃത്യമായ കണക്കുകൾ. അങ്ങനെ നമ്മുടെ നാട്ടിൽ വരുന്ന പകർച്ചവ്യാധികൾ അത് കപ്പ തുടങ്ങി കുറേ നുണ വരെയുള്ള പകർച്ചവ്യാധികളായാലും ഇപ്പൊ കുറേ നുണ ആർക്കെങ്കിലും പേടിയുണ്ടോ? അത് വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങ് പോകും. അവർ തന്നെ പറയുകയാണ്, പുതിയൊരു വൈറസ് വരുമ്പോൾ ശരീരം അതുമായിട്ടൊന്ന് പരിചയിക്കാൻ ഒരു സമയമെടുക്കും, ആദ്യത്തെ പ്രയാസങ്ങൾ പിന്നെ ഉണ്ടാവില്ല. പിന്നെ ആളുകളെ മുഴുവൻ ഭയപ്പെടുത്തി ഇത് ഇങ്ങ് വ്യാപിപ്പിച്ച് മരുന്ന് കമ്പനികൾക്കൊരു ചാകരയുടെ വാക്പാപ വിതരണത്തിൻ്റെ, അതിന് സർക്കാർ നിർബന്ധിച്ചു കൊടുക്കും. ബസ്സിൽ കയറാൻ പാടില്ല, വിമാനത്തിൽ കയറാൻ പറ്റില്ല, പാർക്കിൽ പോകാൻ പറ്റില്ല, ബാങ്കിൽ പോകാൻ പറ്റില്ല, കട തുറക്കണമെങ്കിൽ വാക്പാപം എടുത്താലേ പറ്റൂ. ആ കച്ചവടം ഗംഭീരമായി നടന്നു കഴിയുമ്പോൾ കൊഴിയും പോകും, കൊട്ടയും പോകും, രോഗവും പോകും. പിന്നെ അടുത്തത് വരുമ്പോൾ ഈ നാടകങ്ങൾ മുഴുവൻ നടക്കും. മരുന്ന് കമ്പനികൾക്ക് ഒരു കൊയ്ത്ത് നടത്തണം, അതോടെ ഇതെല്ലാം സമാപിക്കും. ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ചില കാര്യങ്ങൾ ആ ആരോഗ്യ അടിയന്തരാവസ്ഥയിൽ നടക്കുമോ? ലോക അനാരോഗ്യ സംഘടനയോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, നിങ്ങൾ ആരോഗ്യ അടിയന്തരാവസ്ഥ പറയുമ്പോൾ രാജ്യങ്ങളോട് ഈ ആരോഗ്യ പ്രതിസന്ധി കഴിയുന്നത് വരെ മദ്യം വിൽക്കരുതെന്ന് പറയുമോ? ഇല്ല, നിങ്ങൾ പറയില്ല. ജനങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ ഏറ്റവും കൂടുതൽ തകർക്കുന്നത്, ജനങ്ങളുടെ കരൾ തകർത്ത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ നാശത്തിന് വഴിയൊരുക്കുന്നത് പ്രധാനമായും മദ്യമാണ്. നിങ്ങളത് മിണ്ടില്ല. ഇനി അഥവാ നിങ്ങളത് പറഞ്ഞു എന്ന് കരുതുക, സർക്കാർ അത് ചെയ്യുമോ? സർക്കാർ അത് ചെയ്യേയില്ല. സർക്കാർ ജീവിച്ചിരിക്കുന്നത് തന്നെ മദ്യവിൽപ്പനയുടെ, ലോട്ടറിയുടെ പണം കൊണ്ടാണ്. മയക്കുമരുന്നുകൾ ലോകത്ത് ഈ എംപോക്സ് 524 പേരെ കൊന്നു എന്നാണ് പറയുന്നത്. അതിനേക്കാൾ എത്രയോ ആളുകൾ ഓരോ ദിവസവും മയക്കുമരുന്ന് കൊണ്ട് മരിക്കുന്നുണ്ട്, മദ്യം കൊണ്ട് മരിക്കുന്നുണ്ട്. ഇതിനെ നേരിടാൻ ഒരടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന ഇന്നേ വരെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, ഇനിയൊട്ട് പ്രഖ്യാപിക്കുകയുമില്ല. ജനങ്ങളുടെ ആരോഗ്യത്തിനുള്ള ജാഗ്രതയാണോ ലോകാരോഗ്യ സംഘടനയ്ക്കുള്ളത്? കോള കുടിക്കാവോ WHO? കൊക്കരക്കോള, പെപ്സിക്കൊള്ള ഇതുപോലുള്ള പാനീയങ്ങൾ മനുഷ്യന്റെ ആരോഗ്യത്തെ നന്നാക്കുമോ? രോഗപ്രതിരോധ ശക്തിയെ ശക്തിപ്പെടുത്തുമോ? തകർക്കും. ഈ ആരോഗ്യ അടിയന്തരാവസ്ഥയിൽ ഈ സാധനങ്ങൾ വിൽക്കരുത്, വിൽപ്പന താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവയ്ക്കണമെന്ന് നിങ്ങൾ പറയുമോ? പ്രിസർവേറ്റീവുകൾ ചേർത്ത്, കളറുകൾ ചേർത്ത്, അസ്പർട്ടം പോലുള്ള പാഷാണങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന ടിൻ ഫുഡുകൾ, പാക്കറ്റ് ഫുഡുകൾ, ബിസ്ക്കറ്റ് തുടങ്ങി അങ്ങനെയുള്ളത് നിർത്തിവെക്കാൻ പറയുമോ? ജനങ്ങൾക്ക് മലബന്ധം ഉണ്ടാക്കുന്ന,
കരളിനെ കേടാക്കുന്ന, അനാരോഗ്യം ഉണ്ടാക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ വിൽക്കരുതെന്ന് നിങ്ങൾ പറയുമോ? ആരോഗ്യ അടിയന്തരാവസ്ഥ കഴിയട്ടെ. ജനങ്ങളോട് ഒരു സാധനവും വറുത്തും പൊരിച്ചും കഴിക്കരുത്. ഹോട്ടലുകൾ വറുത്തതും പൊരിച്ചതും ഈ കാലയളവിൽ വിൽക്കരുതെന്ന് പറയുമോ? വേണ്ടതല്ലേ? വേണ്ടതല്ലേ? നിങ്ങൾ വിദഗ്ധന്മാർക്ക് അറിയാമല്ലോ, ജനങ്ങളെ രോഗികളാക്കുന്നതിൽ വറുത്തതിനും പൊരിച്ചതിനും വലിയ പങ്കുണ്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. പാകം ചെയ്ത ഭക്ഷണം 2 മണിക്കൂർ കഴിഞ്ഞാൽ വിളമ്പരുത്, കഴിക്കരുത് എന്ന് നിങ്ങൾ പറയുമോ? രാജ്യങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുമോ? ഹോട്ടലുകളിൽ പാചകം ചെയ്താൽ 2 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം വിളമ്പരുത്. ജനങ്ങൾ രോഗികളാകാതിരിക്കാൻ ഈ ആരോഗ്യ അടിയന്തരാവസ്ഥ സമയത്തെങ്കിലും ഇത് ചെയ്യണ്ടേ? വാക്പാപത്തിൻ്റെ ബിസിനസ് നടത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ലോകത്തെ മനുഷ്യരുടെ ശരീരങ്ങളെ എങ്ങനെയൊക്കെയോ മാറ്റി തീർക്കാൻ അതിൻ്റെ വഴികളിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഈ ലോകത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യദ്രോഹം ചെയ്യുന്നത് കീടനാശിനികളാണ്. ആരോഗ്യ അടിയന്തരാവസ്ഥയിലെങ്കിലും കീടനാശിനി പ്രയോഗം നിർത്തിവെക്കാൻ നിങ്ങൾ പറയുമോ? അപ്പോൾ നിങ്ങൾ പറയും കീടനാശിനികൾ നിർത്തിവെച്ചാൽ ഭക്ഷണം ഉണ്ടാവില്ല. ഈ ലോകത്ത് കടലിൽ കൊണ്ടുപോയി തള്ളുന്ന ആഹാര സാധനങ്ങൾ, ഗോതമ്പും അരിയുമൊക്കെ പാടില്ല എന്ന് ഇന്നേ വരെ ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ലോകത്ത് പാഴാക്കിക്കളയുന്ന, വേസ്റ്റാക്കിക്കളയുന്ന ഭക്ഷണ സാധനങ്ങളുണ്ട്. ഹോട്ടലുകളും കൺവെൻഷൻ സെൻറ്ററുകളും ഭവനങ്ങളുമെല്ലാം ചേർന്നു ആ ഭക്ഷണമെങ്കിലും പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ? ആഹാരമില്ലാത്ത പ്രശ്നമൊന്നുമല്ല. കീടനാശിനികൾ നിർത്തിക്കഴിഞ്ഞു എന്ന് കരുതി ജനങ്ങൾ പട്ടിണിയിലാകത്തില്ല. അതെല്ലാം വെറുതെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഈ കീടനാശിനികൾ വന്നിട്ട് എത്ര കൊല്ലമായെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ പറയും പട്ടിണിയില്ലാണ്ടാക്കി. ഒരു ദിവസം ലോകത്ത് 21,000 പേരാണ് ഇപ്പോഴും പട്ടിണി കൊണ്ട് മരിക്കുന്നത്. അവരോടൊന്നും നിങ്ങൾക്കൊരു സ്നേഹമില്ല. ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഇതെടുത്ത് ഇങ്ങനെ കാണിക്കും, കാർഡ്, റെഡ് കാർഡ് എടുത്ത് കാണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങളെ രോഗികളാക്കുന്ന രാസവിഷ ഉൽപ്പന്നങ്ങൾ ധാരാളമുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിലേക്ക് സ്പർശിക്കാൻ പാടില്ലാത്ത മാരകമായ രാസവസ്തുക്കൾ ചെറിയ അളവിൽ ചേർത്ത രോഗപ്രതിരോധ ശേഷിയെ വെല്ലുവിളിക്കുന്ന ടൂത്ത് പേസ്റ്റ്, സോപ്പ്, മേക്കപ്പ് സാധനങ്ങൾ, ഇവയെല്ലാം നിങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെക്കാൻ പറയുമോ? ഇല്ല, നിങ്ങൾ പറയില്ല. ഒരു കൊല്ലം 26 ലക്ഷം പേരെ കൊല്ലുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ, അതിനപ്പുറത്താണ് മരുന്നുകൾ ആളെ കൊല്ലുന്നത്. ഈ ആരോഗ്യ അടിയന്തരാവസ്ഥയിൽ ആന്റിബയോട്ടിക്കുകൾ ഒട്ടും ഉപയോഗിക്കരുത് പറയുമോ? പോട്ടെ, ബ്രിട്ടനിലെ ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് പോലെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നെങ്കിലും പറയുമോ? ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ശരീരത്തിലൊരു ആരോഗ്യ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങളീ പറയുന്ന പോലെ വൈറസ് കയറിയാലും ബാക്ടീരിയ കയറിയാലും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ചൂട് കൂട്ടിക്കൊടുക്കും. അതിനെ പനിയെന്ന് വിളിച്ച് നിങ്ങൾ ചെയ്യുന്ന ചികിത്സ പനി കുറപ്പിക്കലാണ്. ഈ അപകടം മുഴുവനും ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ചികിത്സകളാണ്. പാടില്ല എന്ന് പറയുമോ ലോകാരോഗ്യ സംഘടന? പനിക്ക് ചികിത്സിക്കരുത്, ചുമയ്ക്ക് മരുന്ന് കൊടുക്കരുത്. ഈ കോങ്കോ എന്നൊക്കെ പറയുന്ന രാജ്യത്ത് ചുമ മരുന്ന് കൊണ്ട് എത്രയോ പേര് മരിച്ചു, കുട്ടികൾ മരിച്ചു. ചുമ ശരീരത്തിൻ്റെ ശ്വാസകോശത്തെ ശുദ്ധീകരിക്കാനുള്ള നടപടിയാണ്. ശരീരത്തിലേക്ക് കടന്നു കയറുന്നതിനെ തള്ളിക്കളയലാണ്. തുമ്മലും ചുമയും പനിയും ജലദോഷവും ഒക്കെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനുള്ള, വീണ്ടെടുക്കാനുള്ള ശരീരത്തിൻ്റെ ശ്രമങ്ങളാണ്. അതിന് മരുന്ന് കൊടുത്ത് തടയരുത്.
പനിക്ക് പട്ടിണിയാണ് വേണ്ടത്. പനിയിൽ ശരീരത്തിൻ്റെ ഊർജം, പനിയിലെന്നല്ല ഏതൊരു രോഗാവസ്ഥയിലും ശരീരത്തിൻ്റെ ഊർജം പരമാവധി ശരീരത്തിന് തന്നെ വേണം. കോമൺ സെൻസ് അല്ലേ ലോകാരോഗ്യ സംഘടനയെ ഞാനീ പറയുന്നത്? ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ഞാനീ പറയുന്നത് തെറ്റാണെന്നൊന്ന് വാദിക്കാൻ സാധിക്കുമോ? ഒരു ശരീരത്തിൽ 2000 തുടങ്ങി 2500 കലോറി ഊർജം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 10% മാത്രം നിങ്ങളൊന്ന് ടോയ്ലറ്റിൽ പോവാനോ കുളിക്കാൻ പാടില്ല. കുളി ഈ കലോറിയെ നഷ്ടപ്പെടുത്തുന്നതാണ്. ടോയ്ലറ്റിൽ പോവാനോ അത്യാവശ്യമൊന്ന് ചുറ്റുന്നോ അതെല്ലാം കുറച്ച് മൊത്തം എനർജിയും ഉള്ളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിക്ക് പ്രവർത്തിക്കാനായി കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്. അപ്പം നിങ്ങൾ പറയും അതിനല്ലേ ഞങ്ങൾ ലോക്ക്ഡൗണൊക്കെ തന്ന് പുറത്തിറങ്ങിയവൻ്റെ നടുവിനെ ലാത്തിക്കടിപ്പിച്ച് വീട്ടിൽ തന്നെ ഇരുത്തിയതെന്നൊക്കെ നിങ്ങൾ പറയും. അതൊന്ന് കൃത്യമായിട്ട് പറ. ഈ എനർജിയുടെ ഉപയോഗം ശരീരം എങ്ങനെയാണ്, എത്ര ശതമാനം എനർജിയാണ് മെറ്റബോളിക് റെസ്റ്റിംഗ് മെറ്റബോളിക് ഫങ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, ബേസിൽ മെറ്റബോളിക് റേറ്റ് എത്രയാണ്, ഡൈജസ്റ്റീവ് എനർജി എത്ര വേണ്ടി വരും. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ ആ എനർജി കൂടെ പ്രതിസന്ധി മാറ്റാൻ ഉപയോഗിക്കുമെന്നുള്ളതൊന്ന് പറയും ലോകാരോഗ്യ സംഘടനയെ. നിങ്ങൾ പുറത്തേക്കുള്ള നടപ്പും ജോലികളും നിർത്തിവെക്കുമ്പോൾ മറ്റൊരു 30% എനർജി, 30 തുടങ്ങി 40% എനർജി ഊർജം പാഴാകാതിരിക്കുകയും ചെലവഴിക്കേണ്ട ആവശ്യകത വരാതിരിക്കുകയും ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് രോഗമാറ്റത്തിന് വേണ്ടി, ആരോഗ്യ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമെന്നുള്ള വിവേകം ഞങ്ങൾക്കൊന്ന് പറഞ്ഞിത്താ. ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ആളുകൾ പറയും അശാസ്ത്രീയമാണ് പറയണത്, തനിക്കെന്ത് യോഗ്യത? അതാണ് ചോദ്യം. അതുകൊണ്ട് ലോകാരോഗ്യ സംഘടന ഒന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറയുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ വാദികൾ, കുയുക്തിവാദികൾ ഞാൻ പറയുന്നതിൽ യുക്തിയില്ല എന്ന് പറയുക, തെറ്റാണ് ഇന്ന കാരണം കൊണ്ട് തെറ്റാണെന്ന് പറയുക, ശരിയല്ലെങ്കിൽ അത് പറയുക. അത് പറയാതെ പരത്തി പറഞ്ഞിട്ട് കാടടച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ആൻറ്റിബയോട്ടിക്കുകൾ ജലദോഷത്തിനും പനിക്കും ചുമയ്ക്കും ഛർദിക്കും വയറിളക്കത്തിനുമൊക്കെ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങളെ മരണത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വയറിളക്കം പിടിച്ചാൽ ഛർദിച്ചാൽ അങ്ങനെ കിടന്നോട്ടെ എന്ന് ധാരാളം വെള്ളം കുടിച്ച് ശരീരം പുറന്തള്ളാൻ ശ്രമിക്കുന്ന വിഷാംശങ്ങളെ കഴുകിക്കളയാനുള്ള സഹായം ചെയ്യണം, വിവേകം ഉപയോഗിക്കണം, അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം. അതിന് പകരം ജനങ്ങളെ കുറെ കൂടെ അടിമകളാക്കാൻ, അടിച്ചമർത്താൻ, മനുഷ്യാവകാശങ്ങൾ നിഷേധിച്ച്, പൗരാവകാശങ്ങൾ നിഷേധിച്ച്, ഭരണഘടന ഉറപ്പു തരുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ഈ നീക്കത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഇത് ഭീകരമായ അപകടമാണ്. ഈ നിയന്ത്രണങ്ങളുടെ സമയത്ത് മറ്റു പല താല്പര്യക്കാരും മാഫിയകളും അവരുടേതായ നിരവധി കാര്യങ്ങൾ നടത്തിയെടുക്കുന്നുണ്ട്. ജനങ്ങളെ കുറെ കൂടെ ദുർബലരാക്കുന്ന മരുന്നുകളും വാക്പാപങ്ങളും അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതിലൂടെ കൂടുതൽ രോഗികളാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് എംപോക്സ് എന്ന് പറയുന്ന ഈ മഹാമാരി ഞങ്ങൾക്കാർക്കും ഭയമില്ല. ഒരു മനുഷ്യ ശരീരത്തിന് അതിൻ്റെ കഴിവെന്താണ്, പരിമിതി എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഉരുൾപൊട്ടലിൽ പെട്ടുപോയാൽ രക്ഷയില്ല, ചുഴലിക്കാറ്റ് വന്നാൽ രക്ഷയില്ല, ഭൂകമ്പം വന്നാൽ രക്ഷയില്ല, സുനാമി വന്നാൽ രക്ഷയില്ല, പാമ്പ് കടിച്ച് അത്യധികമായ വിഷമുള്ളിൽ ചെന്നാലും ഒക്കെ ശരീരത്തിന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. അതല്ലാതെ ഒരു കുഞ്ഞ് വൈറസ് ഇങ്ങോട്ട് വന്നു എന്ന് കരുതിയിട്ട്, വൈറസിന് 0.07 വോൾട്ടാണ് വൈദ്യുതി ഉള്ളത്, പവറുള്ളത്. ഇവിടെ അങ്ങനെയുള്ള 37.2 ട്രില്യൺ പവർ ഹൗസുകളുള്ള, ജനറേറ്ററുകളുള്ള, വോൾട്ടേജ് അങ്ങനെയുള്ള മഹാസംരംഭമാണ് ഈ ശരീരം. ഒരണുവിനെയും ഞങ്ങൾക്ക് പേടിയില്ല. 39 ട്രില്യൺ
അണുക്കളാണ് മനുഷ്യ ശരീരത്തിലുള്ളതെന്ന് നിങ്ങളുടെ കിതാബിൽ തന്നെ പറയുന്നത് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ ആരോഗ്യ നിയമങ്ങൾ പാലിക്കുന്നവർ ഭയക്കേണ്ട ആവശ്യമില്ല. ആരോഗ്യ നിയമങ്ങളെ ലംഘിച്ച് കള്ളും കുടിച്ച് പുകയും വലിച്ച് മയക്കുമരുന്നും കഴിച്ച് വറുത്തതും പൊരിച്ചതും ഒക്കെ ആഘോഷിക്കുന്ന പല രോഗങ്ങളുടെയും പേരിൽ രോഗത്തിൻ്റെ കാരണം മാറ്റാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക മനുഷ്യർക്ക്, പഠിച്ച വിഡ്ഢികൾക്ക് ഭയക്കാം. ഭയന്നിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തരാവസ്ഥയിൽ ഈ പറയുന്ന കാര്യങ്ങൾ പെടുമോ എന്നുള്ളത് കാര്യം നിങ്ങൾ ഓരോരുത്തരും ചോദിക്കണം. പിന്നെ 2022 വന്ന് 200 ചില്ലാനം പേരെ കൊന്ന ഈ രോഗം അനേകർ കന്നും പിടിച്ചു. എന്നിട്ട് ഒരു കുഴപ്പമുണ്ടാക്കിയില്ല. അന്നെന്താ ലോകാരോഗ്യ സംഘടന ഈ ബഹളമൊന്നും ഉണ്ടാക്കാഞ്ഞത്? മഹാമാരി, ലോകമൊട്ടാകെ ആരോഗ്യ അടിയന്തരാവസ്ഥ. പിന്നെ ഡോക്ടർമാർ നമ്മുടെ നാട്ടിലൊരു പണിമുടക്കിലാണ്. പണിമുടക്കാൻ അവർ പറയുന്നൊരു കാരണം നമ്മളെല്ലാവരും പിന്തുണയ്ക്കേണ്ട കാരണമാണ്. ഡോക്ടർമാർക്കെതിരെ എന്നല്ല, ആർക്കെതിരെയും ഒരു തരത്തിലുള്ള അതിക്രമങ്ങളും നടക്കാൻ പാടില്ല. അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണം. അവരുടെ പ്രതിഷേധത്തിൽ പിന്തുണയ്ക്കുകയാണ്. പക്ഷെ ഡോക്ടർമാർ ഇങ്ങനെ പണിമുടക്കുമ്പോഴും രോഗികളുടെ മരണനിരക്ക് കൂടുന്നില്ല എന്നുള്ളത് കൂടെ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് ആശ്ചര്യത്തോടെ അന്വേഷിക്കുക കൂടെ ചെയ്യണം. എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ, രോഗികൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കൽ കൂടെ കഴിയുന്നത്ര നിങ്ങളിത് ഷെയർ ചെയ്യണം. കഴിയുന്നത്ര നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ട് നേച്ചർ ലൈഫ് TV ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. കമൻറ്റുകൾ എഴുതണം. നന്ദി, നമസ്കാരം.